ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നോക്കുന്നത് SCRT ചാപ്റ്റേഴ്സ് ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകമായ സോഷ്യൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്ററാണ് അധികാരം ജനങ്ങൾക്ക്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നോക്കിക്കേ, വികസനത്തിൻ്റെ പൂക്കോട്ടുമല മാതൃക. ഇവിടെ പൂക്കോട്ടുമല ഗ്രാമത്തെക്കുറിച്ചുള്ള ചില വാർത്താ തലക്കെട്ടുകളാണ് തന്നേക്കുന്നത്. നമുക്കൊന്ന് വായിച്ച് നോക്കാം എന്താ പറയുന്നതെന്നേ. പൂക്കോട്ടുമല 11ാം വാർഡ് ഇന്ന് ഫിലമെന്റ് രഹിത ഗ്രാമമായി പ്രഖ്യാപിക്കും. പൂക്കോട്ടുമല 5ാം വാർഡിൽ ഇന്ന് പച്ചത്തുരുത്ത് പദ്ധതി ഉദ്ഘാടനം. ജനകീയ സമിതിയുടെ പരിശ്രമം ഫലം കണ്ടു. പൂക്കോട്ടുമല ഇനി സമ്പൂർണ്ണ തരിശുരഹിത ഗ്രാമം. ഓരോ വാർഡിലും സൗരോർജ പാർക്കുകൾ. പൂക്കോട്ടുമല 1ാം വാർഡിനി സമ്പൂർണ്ണ മാലിന്യമുക്തം. നോക്കിക്കേ, ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് സുസ്ഥിര പുരോഗതി കൈവരിച്ച ഗ്രാമമാണേത്? പൂക്കോട്ടുമല. ഭക്ഷ്യ സ്വയം പര്യാപ്തത, തണ്ണീർത്തട വികസനം, എല്ലാ വാർഡുകളിലും പച്ചത്തുരുത്തുകൾ, തരിശുരഹിത ഗ്രാമം, ജലസമൃദ്ധി പദ്ധതി, ഫിലമെന്റ് രഹിത ഗ്രാമം തുടങ്ങി അനവധി വികസന പ്രവർത്തനങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ വിവിധ വാർഡുകളിലായി നടപ്പാക്കിയിട്ടുള്ളത്. ഗ്രാമസഭകളിലെ മികച്ച ജനപങ്കാളിത്തവും ആസൂത്രണവും ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടലുകളും മേൽനോട്ടവും ജനങ്ങളുടെ അർപ്പണ മനോഭാവവുമാണ് പൂക്കോട്ടുമല ഗ്രാമത്തിന്റെ വികസനം ഇത്തരത്തിൽ സാധ്യമാക്കിയത്. നോക്കിക്കേ, പൂക്കോട്ടുമല ഗ്രാമത്തിന്റെ വികസന മുന്നേറ്റങ്ങൾക്ക് പ്രേരക ശക്തിയായി തീർന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഗ്രാമസഭകളിലെ മികച്ച ജനപങ്കാളിത്തവും ആസൂത്രണവും, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടലും മേൽനോട്ടവും, ജനങ്ങളുടെ അർപ്പണ മനോഭാവം. നമുക്കറിയാം, നമ്മുടെ പ്രദേശത്തും ഗ്രാമസഭകളിലൂടെയോ വാർഡ് സഭകളിലൂടെയോ ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തിയ ചില വികസന പ്രവർത്തനങ്ങൾ. അതിൽ വരുന്നതാണ് റോഡ് നിർമ്മാണം, അതുപോലെ തന്നെ അംഗൻവാടി നവീകരണം, ബസ് സ്റ്റോപ്പ് നിർമ്മാണം, വഴിവിളക്ക് സ്ഥാപിക്കൽ തുടങ്ങിയവയൊക്കെ എന്താണ്? ഗ്രാമസഭകളിലൂടെയോ അല്ലെങ്കിൽ വാർഡ് സഭകളിലൂടെയോ ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തിയ വികസന പ്രവർത്തനങ്ങളാണ്. ഓക്കെ, നോക്കിക്കേ, നിവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പോസ്റ്റ് കൊടുത്തേക്കുക. എന്തുവാന്ന് വായിച്ചു നോക്കാം. ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭകളെ അടുത്തറിയുമ്പോൾ. നമുക്കിത് വായിക്കുമ്പോൾ ഗ്രാമസഭ എന്താ, വാർഡ് സഭ എന്താന്ന് മനസ്സിലാവും. നോക്കിക്കേ, ഇക്കഴിഞ്ഞ ദിവസമാണ് ഞാൻ എൻ്റെ വാർഡിലെ ഗ്രാമസഭ ആദ്യമായി സന്ദർശിച്ചത്. പൊതുജനങ്ങൾക്ക് നാടിൻ്റെ വികസനം സംബന്ധിച്ച ചർച്ചകളിൽ പങ്കെടുക്കാനും അഭിപ്രായം പറയാനും തീരുമാനം എടുക്കുന്നതിൽ പങ്കാളികളാകാനും കഴിയുന്നത് എപ്രകാരമാണെന്ന് എനിക്ക് നേരിട്ടറിയാൻ കഴിഞ്ഞു. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്ന സഭയാണ് ഗ്രാമസഭ. നഗരങ്ങളിൽ ഇതെങ്ങനെ അറിയപ്പെടുന്നേ? വാർഡ് സഭ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഗ്രാമസഭയിൽ പ്രാദേശിക വികസന ചർച്ചകൾക്ക് മാത്രമല്ല, ജനങ്ങളുടെ ജീവിത വിഷയങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾക്കും അവസരമുണ്ടാകുമെന്നത് എനിക്ക് കിട്ടിയ പുതിയ അറിവാണ്. കുറഞ്ഞത് 3 മാസത്തിലൊരിക്കലാണ് ഗ്രാമസഭ വിളിച്ച് ചേർക്കുന്നത്. പൗരസമത്വവും തുല്യ അവകാശവും ഉറപ്പാക്കാനുള്ള വേദി കൂടിയാണ് ഗ്രാമസഭ എന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഓർമ്മിപ്പിച്ചു. അപ്പോൾ അധ്യക്ഷനായിട്ട് ആരായിരിക്കുന്നത്? പഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. ജനാധിപത്യ ഭരണ പ്രക്രിയയിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാനും തീരുമാനമെടുക്കാനുമുള്ള അവസരമാണ് ഗ്രാമസഭകൾ വഴി ലഭിക്കുന്നതെന്ന് കൺവീനറായ വാർഡ് മെമ്പറും പറയുകയുണ്ടായി. നമ്മുടെയെല്ലാം സജീവ പങ്കാളിത്തം ഉണ്ടാകേണ്ട ഇടമാണ് ഗ്രാമസഭകൾ എന്ന് എനിക്ക് ബോധ്യമായി. നിവിന്റെ പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം എന്താ? അവിടെ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? അവിടെ വാർഡ് സഭയെക്കുറിച്ച് പറയുന്നുണ്ടല്ലേ, അല്ലെങ്കിൽ ഗ്രാമസഭയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഗ്രാമസഭയിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവിടെ പൊതുജനങ്ങൾക്ക് നാടിന്റെ വികസനം സംബന്ധിച്ച ചർച്ചകളിൽ പങ്കെടുക്കാനും അഭിപ്രായം പറയാനും തീരുമാനമെടുക്കുന്നതിൽ പങ്കാളികളാകാനും കഴിയും. അതുപോലെ തന്നെ അവിടെ എന്താണ്? ജനങ്ങളുടെ ജീവിത വിഷയങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾക്കും അവിടെ അവസരം ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്? ഗ്രാമസഭയിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? നമ്മൾ കണ്ടു, പഞ്ചായത്ത് പ്രസിഡന്റ് ആണല്ലേ. ഗ്രാമസഭയ്ക്ക് സമാനമായി നഗരങ്ങളിലുള്ള സംവിധാനം എന്ന് പറയുന്നത് എന്തായിരുന്നു? വാർഡ് സഭയാണ്. ഗ്രാമസഭയുടെ കൺവീനർ ആരായിരുന്നു? വാർഡ് മെമ്പർ ആയിരുന്നു അല്ലേ. വാർഡ് മെമ്പർ ആയിരുന്നു കൺവീനർ. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ,
കതിർമല ഗ്രാമപഞ്ചായത്ത് ഗ്രാമസഭ നോട്ടീസ് കൊടുത്തേക്കുക. ഒരു മോഡലാണ് കണ്ടോ. അവിടെ കൺവീനർ എന്ന് പറയുന്ന ആരാണ്? വാർഡ് മെമ്പർ ആണ്. പിന്നെ അജണ്ട കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നോട്ടീസ് കണ്ടു. നോക്കിക്കേ, ഈ ചിത്രം എന്തിൻ്റെതാണ്? ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നതിനുള്ള ഗ്രാമസഭയുടെ ചിത്രമാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ നോട്ടീസിൽ നിന്ന് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഗ്രാമസഭയിൽ നിന്ന് നടക്കുന്നത്? പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾ ചർച്ചയും ആസൂത്രണവും ഉണ്ട്. പിന്നെന്താണ്? പ്രതിഭകളെ ആദരിക്കൽ, അതുപോലെ തന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കൽ. പിന്നെന്താണ്? നമുക്ക് മുന്നേറാം സ്ത്രീ ശാക്തീകരണ പരിപാടി. ഇതാണ് ഗ്രാമസഭയിൽ നടക്കുന്ന അജണ്ടയായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഗ്രാമങ്ങൾ അടിസ്ഥാനമാകുമ്പോൾ ഗാന്ധിജിയുടെ സ്വപ്നം. എന്റെ സങ്കല്പത്തിലുള്ള ഗ്രാമസ്വരാജ് മുഖ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി അയൽക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തതും ആശ്രയം ഒരു ആവശ്യമായി തീർന്നാൽ മാത്രം മറ്റുള്ളവരുമായി പരസ്പര സഹായത്തിൽ ഏർപ്പെടുന്നതുമായ ഒരു പൂർണ്ണ റിപ്പബ്ലിക്കാണ്. അതിനാൽ ഓരോ ഗ്രാമത്തിന്റെയും പ്രധാന താല്പര്യം ഭക്ഷ്യവിളകളും തുണിക്കാവശ്യമായ പരുത്തിയുടെ വിളവും വർദ്ധിപ്പിക്കുക എന്നതായിരിക്കും. കന്നുകാലികൾക്ക് പ്രത്യേകം സ്ഥലവും പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും വിനോദവും വിനോദശാലകളും വേണം. കൂടുതൽ ഭൂമിയുണ്ടെങ്കിൽ പണം സമ്പാദിക്കാവുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കാൻ ഉപയോഗിക്കും. ഗ്രാമങ്ങളുടെ വികസനത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ കാഴ്ചപ്പാട് എന്തൊക്കെയാ? ഗ്രാമത്തിന്റെ പ്രധാന ആവശ്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, ഗ്രാമങ്ങൾ പൂർണ്ണ റിപ്പബ്ലിക് ആവുക, ആശ്രയം ആവശ്യമായി വന്നാൽ മാത്രം മറ്റുള്ളവരുമായി പരസ്പരം സഹായത്തിൽ ഏർപ്പെടുക. ഗ്രാമങ്ങളുടെ പ്രധാന താല്പര്യം ഭക്ഷ്യവിളകളും തുണിക്കാവശ്യമായ പരുത്തിയുടെ വിളവും വർദ്ധിപ്പിക്കുക എന്നതായിരിക്കും. കന്നുകാലികൾക്ക് ഗ്രാമത്തിൽ പ്രത്യേക സ്ഥലം ഉണ്ടായിരിക്കണം. പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും വിനോദവും വിനോദശാലകളും വേണം. ഭൂമി ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കാൻ ഉപയോഗിക്കണം. ഓക്കെ, ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നതെന്നും ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യ പുരോഗതി സാധ്യമാകൂ എന്നുമാണ് ഗാന്ധിജി വിശ്വസിച്ചത്. എങ്ങനെയാണ്? ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളാണ് അല്ലേ? അപ്പോൾ ഗ്രാമങ്ങൾ വികസിച്ചാൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? രാജ്യ പുരോഗതിയും ഉണ്ടാവത്തുള്ളൂ. അങ്ങനെയാണ് ഗാന്ധിജി വിശ്വസിച്ചത്. ജനാധിപത്യ ഭരണത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമങ്ങളാണ് അല്ലേ? ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകം എന്താണ്? ജനാധിപത്യ ഭരണത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഗ്രാമങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് പഞ്ചായത്തുകളുടെ അധികാരം എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം അത് ജനക്ഷേമകരമായിരിക്കും. സ്വയംഭരണ ഗവൺമെന്റ് എന്ന അർത്ഥത്തിലാണ് ഗാന്ധിജി ഗ്രാമസ്വരാജിനെ വിശേഷിപ്പിച്ചത്. എന്താണ് സ്വയംഭരണ ഗവൺമെന്റ്? ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് നടപ്പിൽ വരുത്തുന്നതിനുള്ള മാർഗമാണ് അധികാര വികേന്ദ്രീകരണം. എന്താണ്? ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് നടപ്പിൽ വരുത്തുന്നതിനുള്ള മാർഗമാണെന്ത്? അധികാര വികേന്ദ്രീകരണം. ജനങ്ങളിലേക്ക് അധികാരം വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഗ്രാമസ്വരാജ് എന്ന സങ്കല്പം പൂർണ്ണമാകുന്നത്. ഇവിടെ നോക്കിക്കേ, ഗാന്ധിജി വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജിന്റെ പ്രത്യേകതകളാണ് പറഞ്ഞേക്കുന്നത്. എന്തൊക്കെയാണ്? സ്വയംഭരണ ഗവൺമെന്റ് ആയിരിക്കണം. ഗ്രാമവികസനത്തിലൂടെ രാജ്യ പുരോഗതി സാധ്യമാകും. ജനാധിപത്യത്തിന്റെ അടിസ്ഥാന ഘടകം എന്താണ്? ഗ്രാമങ്ങളാണ്. പഞ്ചായത്തുകളുടെ അധികാരം വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കുന്നുണ്ട്? ജനക്ഷേമം വർദ്ധിക്കുന്നു. നോക്കിക്കേ, അധികാരം വികേന്ദ്രീകരിക്കുമ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നേ? ഇവിടെ കൊളാഷ കൊടുത്തേക്കുന്നേ. ജനപങ്കാളിത്തം കൊണ്ട് വിജയം വരിച്ച പ്രാദേശിക വികസന പദ്ധതികളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നോക്കിക്കേ, ഗ്രാമപഞ്ചായത്ത് ഇടപെട്ടു, പാലം പണി വേഗത്തിൽ പൂർത്തിയായി, അർഹരായവരെ കണ്ടെത്താൻ ഗ്രാമസഭയിൽ പ്രത്യേക സമിതി, സ്വപ്ന ഭവനം പദ്ധതി യാഥാർത്ഥ്യമായി, കർഷക കൂട്ടായ്മ ഉണർന്നു, കൊയ്ത്തു യന്ത്രങ്ങൾ പാടത്തേക്ക്. ജനപങ്കാളിത്തമേറി ഗ്രാമത്തിലെ റോഡുകൾ സജ്ജം, സഞ്ചാര യോഗ്യം, വാർഡ് വികസന സമിതി സജീവമായി, എല്ലാവർക്കും കുടിനീർ സുലഭം, ജനങ്ങൾ മുൻകൈയെടുത്തു, പാതയോരങ്ങളിൽ തണൽ വിരിഞ്ഞു.
അധികാരം ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോഴല്ല, പകരം എല്ലാ ജനങ്ങളിലേക്കും വികേന്ദ്രീകരിക്കുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. എന്താ പറഞ്ഞേക്കുന്നേ? അധികാരം ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കുമ്പോഴല്ല, പകരം എല്ലാ ജനങ്ങളിലേക്കും വികേന്ദ്രീകരിക്കുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതാണ് അധികാര വികേന്ദ്രീകരണം. അപ്പോ എന്താ അധികാര വികേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ? ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതാണ് അധികാര വികേന്ദ്രീകരണം. നോക്കിക്കേ, അധികാര കേന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും നടപ്പിലാക്കുന്നതിനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാകുന്നതാണ് അധികാര കേന്ദ്രീകരണം. ഇവിടെ സാധാരണക്കാർക്ക് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകാനുള്ള അവസരം താരതമ്യേന കുറവാണ്. അധികാര വികേന്ദ്രീകരണം സവിശേഷതകൾ നോക്കിക്കേ. പ്രാദേശിക വികസനത്തിന് പ്രാധാന്യം. വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നു. സ്ത്രീകൾക്കും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷിയും ഭരണപരിചയവും കൈവരുന്നു. പ്രാദേശിക സമ്പദ്വ്യവസ്ഥയുടെ വികസനം. പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിൽ കൂടുതൽ അധികാരവും പങ്കാളിത്തവും ഉണ്ടാവുന്നു. ഓക്കെ. അധികാര വികേന്ദ്രീകരണം കാലങ്ങളിലൂടെ. പുരാതന കാലം മുതൽ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഗ്രാമീണ ഭരണവ്യവസ്ഥയായിരുന്നു പഞ്ചായത്ത്. ഗ്രാമജീവിതത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളായിരുന്നു അവ. നോക്കിക്കേ, പഞ്ച എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. ആയത് യോഗം അല്ലെങ്കിൽ എന്താണ്? സമ്മേളനം. അപ്പോൾ ഈ രണ്ട് പദങ്ങളിൽ നിന്നാണ് എന്ത് വന്നത്? പഞ്ചായത്ത് എന്ന പദം രൂപപ്പെട്ടത്. പഞ്ച, ആയത് എന്ന് പറയുന്നത് എന്താണ്? സംസ്കൃത പദങ്ങളാണ്. ഈ പദങ്ങളിൽ നിന്നാണ് പഞ്ചായത്ത് എന്ന പദം രൂപപ്പെട്ടത്. ബ്രിട്ടീഷ് ആധിപത്യത്തോടെ ഇന്ത്യയിൽ പഞ്ചായത്ത് ഭരണ സംവിധാനം ദുർബലമാകാൻ തുടങ്ങി. എന്നാൽ 1882 റിപ്പൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ നൽകിയത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതോടുകൂടി പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും അവ പുനഃസംഘടിപ്പിക്കുകയും ചെയ്തു. നോക്കിക്കേ, അധികാര വികേന്ദ്രീകരണവും അധികാര കേന്ദ്രീകരണവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നോക്കിക്കേ, അധികാര കേന്ദ്രീകരണത്തിൽ എങ്ങനെയാണ്? കാര്യങ്ങൾ തീരുമാനിക്കുന്നതിനും നടപ്പിലാക്കാനുള്ള അധികാരം ഉയർന്ന തലങ്ങളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നു. എന്നാൽ അധികാര വികേന്ദ്രീകരണത്തിൽ എങ്ങനെയാണ്? തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുള്ള അധികാരം ആർക്കാണ്? ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നു. അധികാര കേന്ദ്രീകരണത്തിൽ എങ്ങനെയാണ്? സാധാരണക്കാർക്ക് ഭരണകാര്യത്തിൽ പങ്കാളിത്തം ഉണ്ടോ? പങ്കാളിത്തം കുറവാണ്. എന്നാൽ അധികാര വികേന്ദ്രീകരണത്തിൽ എങ്ങനെയാണ്? സാധാരണക്കാർക്ക് ഭരണകാര്യങ്ങളിൽ ഉയർന്ന പങ്കാളിത്തമാണ്. അതുപോലെ തന്നെ അധികാര കേന്ദ്രീകരണത്തിൽ അധികാരം ജനങ്ങളിലേക്ക് പങ്കുവയ്ക്കപ്പെടുന്നില്ല. എന്നാൽ അധികാര വികേന്ദ്രീകരണത്തിൽ എങ്ങനെയാണ്? അധികാരം നിയമപരമായി ജനങ്ങളിലേക്ക് പങ്കുവയ്ക്കപ്പെടുന്നു. ഓക്കെ. അധികാര വികേന്ദ്രീകരണം ഭരണഘടനയിൽ. ഭരണഘടന അനുച്ഛേദം. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 40 ഗ്രാമപഞ്ചായത്തുകളുടെ സംഘടന. ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കാനും അവയ്ക്ക് സ്വയംഭരണ യൂണിറ്റുകളായി പ്രവർത്തിക്കാൻ ആവശ്യമായ അധികാരങ്ങൾ നൽകാനും സംസ്ഥാനം നടപടികൾ കൈക്കൊള്ളും. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദിഷ്ട തത്വങ്ങളുടെ ഭാഗമായി അനുച്ഛേദം 40 പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. എങ്കിലും ശക്തമായ പ്രാദേശിക ഭരണ സംവിധാനത്തിന്റെ അഭാവം ഇന്ത്യയിലെ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. ഇത് പരിഹരിക്കുന്നതിനും പ്രാദേശിക ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുമായി നിരവധി കമ്മിറ്റികൾ നിയോഗിക്കപ്പെട്ടു. അവയിൽ പ്രധാനപ്പെട്ടവയാണ് ബൽവന്ത് റായ് മേത്തയുടെയും അശോക് മേത്തയുടെയും നേതൃത്വത്തിൽ രൂപീകരിക്കപ്പെട്ട കമ്മിറ്റികൾ. ഓക്കെ, നമുക്ക് വിശദമായിട്ട് നോക്കാം. സ്വയംഭരണത്തിന്റെ ആദ്യ ഘടകങ്ങൾ എന്ന നിലയിൽ ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്നത് ഭരണഘടനയിൽ 40-ാം അനുച്ഛേദമായിട്ടാണ് ചേർക്കപ്പെട്ടിരിക്കുന്നത്. എന്താ പറയുന്നേ? ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കുക എന്നത് ഭരണഘടനയിൽ എത്രാം അനുച്ഛേദമാണ്? 40-ാം അനുച്ഛേദം.
ഇതുപ്രകാരം സംസ്ഥാന സർക്കാരുകൾ പഞ്ചായത്തുകൾ രൂപീകരിച്ച് അവയ്ക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പ്രവർത്തിക്കാൻ ആവശ്യമായ അധികാരവും ചുമതലകളും നൽകുന്നു. നിർദ്ദേശക തത്വങ്ങളുടെ യഥാർത്ഥമായ പ്രാധാന്യം രാഷ്ട്രത്തിന് പൗരന്മാരോട് ഉണ്ടായിരിക്കേണ്ട ബാധ്യതകൾ ഇത് ഉൾക്കൊള്ളുന്നു എന്നതാണ്. ഈ തത്വങ്ങൾ നിയമനിർമ്മാണത്തിൽ പ്രായോഗക്ഷമമാക്കേണ്ടത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ചുമതലയാണ്. 1976 42 ഭേദഗതി എന്താ പറയുന്നത്? പരിസ്ഥിതി, വനം, വന്യജീവി സംരക്ഷണം. 1976 42 ഭേദഗതി എന്താ പറയുന്നത്? പരിസ്ഥിതി, വനം, വന്യജീവി സംരക്ഷണം. 2002 86 ഭേദഗതി എന്താ പറയുന്നത്? നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം. 2002 86 ഭേദഗതിയിൽ എന്താ പറയുന്നത്? നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം. എന്നിവ നിർദ്ദേശക തത്വങ്ങളുടെ ചുവട് പിടിച്ചുള്ളവയായിരുന്നു. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവും മറ്റും നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിലും പ്രാദേശിക ഭരണം ശക്തമാകാത്തതിനാൽ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു. അതിനാൽ നിരവധി കമ്മിറ്റികൾ രൂപീകരിച്ച് അധികാര വികേന്ദ്രീകരണം ശക്തമാക്കാൻ ശ്രമിച്ചു. അധികാര വികേന്ദ്രീകരണം ശക്തമാക്കാൻ നിയോഗിക്കപ്പെട്ട പ്രധാന കമ്മിറ്റികൾ: ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി, കെ സന്താനം കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, GVK റാവു കമ്മിറ്റി, LM സിക്വി കമ്മിറ്റി, PK തുങ്കോൺ കമ്മിറ്റി, ഗാഡ്ഗിൽ കമ്മിറ്റി. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ശുപാർശകളാ പറഞ്ഞേക്കുന്ന കുറച്ചേറെ കാര്യങ്ങളുണ്ട്. നമുക്ക് ലാസ്റ്റില് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ശുപാർശകളും അതുപോലെ തന്നെ അശോക് മേത്ത കമ്മിറ്റിയുടെയും വേണ്ട പോയിന്റ് ജസ്റ്റ് അത് നോക്കാമേ. ഇതൊന്ന് വായിച്ചു നോക്കണം നിങ്ങൾ തന്നെ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ശുപാർശയും അതുപോലെ തന്നെ അശോക് മേത്ത കമ്മിറ്റി ശുപാർശയും നോക്കിക്കേ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി ശുപാർശ: ത്രിതല പഞ്ചായത്ത് സംവിധാനം, ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്നിവ ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്ക് മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിന്. ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ്, ജില്ലാ പഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലേക്ക് പരോക്ഷ തിരഞ്ഞെടുപ്പ്. ദ്വിതല പഞ്ചായത്ത് സംവിധാനം, മണ്ഡൽ പഞ്ചായത്ത്, ജില്ലാ പരിഷത്ത് എന്നിവ ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാതല ആസൂത്രണ ചുമതല. മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതല. പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത. പട്ടികജാതി പട്ടികവർഗ സംവരണം. തുടക്കം രാജസ്ഥാനിൽ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിൽ വന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നാഗോർ ജില്ലയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അതേ വർഷം തന്നെ ആന്ധ്രാപ്രദേശിലും തുടർന്ന് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നു. ഭരണഘടനാ ഭേദഗതി. അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റികളുടെ ശുപാർശകൾ രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നതിലെ കാലതാമസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിനും ഏകീകൃത ഘടനയ്ക്കും തടസ്സമായി. അതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകുവാൻ തീരുമാനിച്ചു. 1992 73, 74 ഭരണഘടനാ ഭേദഗതികൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി. 73 ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് നിയമവും 74 ഭേദഗതിയിലൂടെ നഗരപാലിക നിയമവും നിലവിൽ വന്നു. നോക്കിക്കേ, 73 ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനവും അതുപോലെ തന്നെ 74 ഭരണഘടനാ ഭേദഗതി നഗരപാലിക സംവിധാനവും. നോക്കിക്കേ, പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ ഗ്രാമസഭകളുടെ രൂപീകരണം ഭരണകാലാവധി എത്രയാണ്? 5 വർഷമാണ്. പട്ടികജാതി പട്ടികവർഗ സംവരണമുണ്ട്, വനിതാ സംവരണമുണ്ട്. തിരഞ്ഞെടുപ്പ് ചുമതല ആർക്കാണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ. ത്രിതല പഞ്ചായത്ത് സംവിധാനം ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഇനിയും നഗരപാലിക സംവിധാനം നോക്കിക്കേ. വാർഡ് സഭകളുടെ രൂപീകരണം നമ്മൾ പറഞ്ഞായിരുന്നു. ഗ്രാമങ്ങളിലെ ഗ്രാമസഭയും നഗരങ്ങളിൽ എങ്ങനെയാണ്? വാർഡ് സഭയാണ് അല്ലേ? ഭരണകാലാവധി 5 വർഷമാണ്. പട്ടികജാതി പട്ടികവർഗ സംവരണം, വനിതാ സംവരണം, തിരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ. 2 തരം നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ: നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ. കേരളത്തിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ.
നോക്കിക്കേ, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഘടന. പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ എങ്ങനെയാണ്? ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. നഗരപാലിക സംവിധാനം എന്താണ്? മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ കോർപ്പറേഷനും. ഓക്കെ. ജനകീയ ആസൂത്രണം കേരളത്തിൽ. 73-74 ഭരണഘടനാ ഭേദഗതികളെ തുടർന്ന് 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ എങ്ങനെ അറിയപ്പെട്ടത്? ജനകീയ ആസൂത്രണം. പ്രാദേശിക ഭരണ സംവിധാനത്തിന് കൂടുതൽ അധികാരങ്ങളും ചുമതലകളും നൽകി അവ നടപ്പിലാക്കുന്നതിനാവശ്യമായ ഉദ്യോഗസ്ഥർ, സ്ഥാപനങ്ങൾ, ഫണ്ട് എന്നിവ ലഭ്യമാക്കാൻ ജനകീയ ആസൂത്രണം വഴിയൊരുക്കി. ഈ ഭരണഘടനാ ഭേദഗതികളുടെ ഫലമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയിരുന്നു. തുടർന്ന് 2005 പഞ്ചായത്തി രാജ് ആക്ട് ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം 50% ഉയർത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ 10% സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായി മാറ്റിവെക്കുന്നുണ്ട്. അങ്ങനെ കാര്യക്ഷമമായ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിലൂടെ കേരളം രാജ്യത്തിന് മാതൃകയായി. നോക്കിയേ, ചുമതലകൾ പലവിധം. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ബോർഡാണ് കൊടുത്തേക്കുന്നത്. അവിടെ എന്തൊക്കെ ചുമതലകളും സേവനങ്ങളുമാണ് നിർവഹിക്കുന്നത് നോക്കിക്കേ. ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യൽ, സ്ഥിതിവിവര കണക്കുകൾ ശേഖരിക്കൽ, പ്രാഥമിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടവും ചുമതലയും, മാതൃ ശിശു വികസനം, കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകൽ, പരമ്പരാഗത ജലസ്രോതസ്സുകൾ സംരക്ഷിക്കൽ, മാലിന്യ നിർമ്മാർജ്ജനം, വളർത്തു നായകൾക്ക് ലൈസൻസ് നൽകൽ, തനത് വിഭവ സമാഹരണത്തെ സഹായിക്കുക, സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുക, സന്നദ്ധ സാമൂഹ്യ സേവനം സംഘടിപ്പിക്കുക, ജാഗ്രതാ സമിതി പ്രാവർത്തികമാക്കുക, കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക, ഗുണഭോക്തൃ നിർണയ പട്ടിക തയ്യാറാക്കി സമർപ്പിക്കുക, റോഡുകളും പൊതുമുതലും സംരക്ഷിക്കുക, മാലിന്യം ശേഖരിക്കുകയും നീക്കം ചെയ്യുകയും ചെയ്യുക, രോഗപ്രതിരോധ നടപടികൾ സ്വീകരിക്കുക, മേളകളുടെയും ഉത്സവങ്ങളുടെയും നടത്തിപ്പ് ക്രമീകരിക്കുക. നോക്കിക്കേ, വരുമാനം വിവിധ സ്രോതസ്സുകളിലൂടെ. ഇവിടെ ഒരു കോൺവെർസേഷനാണ് പറയുന്നത്, വായിച്ച് നോക്കാം. മിഴി: മുത്തശ്ശി, ഇന്ന് ഞങ്ങൾ പഞ്ചായത്തിന്റെ ചുമതലകളെ കുറിച്ച് പഠിച്ചല്ലോ. മുത്തശ്ശി: ആഹാ, എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? മിഴി: സാംക്രമിക രോഗങ്ങൾ തടയുക, ജലാശയങ്ങൾ സംരക്ഷിക്കുക, ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുക, അങ്ങനെ പലതും. മുത്തശ്ശി മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നല്ലോ. ഇതൊക്കെ ചെയ്യാനുള്ള വരുമാനം പഞ്ചായത്തിന് എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് പറയാമോ? മുത്തശ്ശി: മിടുക്കി, നല്ല ചോദ്യം. പഞ്ചായത്തിന് വിവിധതരം വരുമാന മാർഗങ്ങളുണ്ട്. ഉദാഹരണമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകളും ഗ്രാന്റുകളും ഉണ്ട്. കൂടാതെ കെട്ടിട നികുതി, തൊഴിൽ നികുതി, വിനോദ നികുതി തുടങ്ങി പലതരം നികുതികളിൽ നിന്നും പഞ്ചായത്തുകൾക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. മിഴി: മുത്തശ്ശി, കഴിഞ്ഞ ദിവസം അച്ഛൻ കെട്ടിടത്തിന്റെ പെർമിറ്റ് എടുക്കാൻ ഫീസ് അടച്ചിരുന്നല്ലോ. അതും പഞ്ചായത്തിന്റെ വരുമാന മാർഗത്തിൽ പെടില്ലേ? മുത്തശ്ശി: അതെ, അതും ഉൾപ്പെടും. പെർമിറ്റ്, രജിസ്ട്രേഷൻ മുതലായവയിൽ നിന്നുള്ള ഫീസുകളും ബസ് സ്റ്റാൻഡ്, പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മാർക്കറ്റുകൾ, മൈതാനം എന്നിവ ഉപയോഗിക്കുന്നവരിൽ നിന്നുള്ള ഫീസുകളും പഞ്ചായത്ത് ചുമത്തുന്ന പിഴകളും വരുമാന മാർഗത്തിൽ പെടും. മിഴി: ആഹാ, അപ്പോൾ ഇത്രയേറെ വരുമാന മാർഗങ്ങൾ ഉണ്ടല്ലേ? മുത്തശ്ശി: ഉണ്ട്. പക്ഷേ ഓരോ പഞ്ചായത്തും സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ സ്വഭാവം അനുസരിച്ച് വരുമാനത്തിൽ വ്യത്യാസം വരുമെന്നത് മറക്കണ്ട. പ്രാദേശിക വികസനം സാധ്യമാകണമെങ്കിൽ പഞ്ചായത്തിന് ധാരാളം വരുമാനം വേണ്ടേ? ഇത് മാത്രമല്ല, സർക്കാർ അംഗീകാരത്തോടെ വിവിധതരം വായ്പകളും ഗുണഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിഹിതങ്ങളും നിബന്ധനകളോടുകൂടി സ്വീകരിക്കുന്ന സംഭാവനകളും വരുമാനത്തിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? പഞ്ചായത്തിന്റെ വരുമാനം എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ പഞ്ചായത്ത് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. പ്രതിസന്ധികൾ, വെല്ലുവിളികൾ. അധികാര വികേന്ദ്രീകരണത്തിലൂടെ കേരളം ജനകീയാസൂത്രണം ഉൾപ്പെടെ ഏറെ നേട്ടങ്ങൾ സ്വായത്തമാക്കിയെങ്കിലും നിരവധി വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. എന്തൊക്കെയാന്ന് നോക്കിക്കേ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ. അധികാര വികേന്ദ്രീകരണം 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോൾ നേട്ടങ്ങൾ മാത്രം ഉയർത്തിപ്പിടിക്കാതെ പരിമിതികൾ കൂടി തിരിച്ചറിഞ്ഞ് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികളും പ്രശ്നങ്ങളും അവിടെ പറഞ്ഞേക്കുന്നത് നോക്കിക്കേ. പദ്ധതി വിഹിതം സമയബന്ധിതമായി ലഭിക്കാത്ത അവസ്ഥ, വികേന്ദ്രീകരണം പൂർണ്ണമായും നടപ്പാക്കപ്പെടാത്ത
സാഹചര്യം, ഗ്രാമസഭകളിലെ കുറഞ്ഞ ജനപങ്കാളിത്തം, ഗ്രാമീണ മേഖലകളിലെ പഞ്ചായത്തുകളുടെ തനതു വരുമാനത്തിലെ കുറവ്, ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത. ജനാധിപത്യം അർത്ഥവത്താകുന്നത് അധികാരത്തിൽ ജനങ്ങളും പങ്കാളികളാകുമ്പോഴാണ്. അധികാര വികേന്ദ്രീകരണം ഇതുറപ്പാക്കുന്നു. ഒരു സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഭരണത്തിൽ പങ്കാളികളാക്കുന്ന പ്രക്രിയ കൂടിയാണിത്. അതുകൊണ്ട് തന്നെ അധികാര വികേന്ദ്രീകരണത്തിലെ വെല്ലുവിളികൾ തരണം ചെയ്തും അവ പരിഹരിച്ചും മുന്നോട്ടു പോകേണ്ടത് ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിന് അനിവാര്യമാണ്. നമ്മൾ ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.